ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കി ആണെങ്കിൽ അർജുനോട് റൂമിൽ നിന്ന് പോകണ്ടെന്നും കഴിഞ്ഞ ഒരു കൊല്ലമായി അർജുൻ ഈ വീട് വിട്ട് പോയതിൻ്റെ ആ ഒരു തീച്ചൂളയിൽ എന്ത് കഴിയുന്ന ഒരു ആളാണ് ഞാനെന്നും അതുപോലെ തന്നെ ഇനിയും അർജുൻ ഇവിടെ നിന്ന് പോയാൽ ഇവിടെയുള്ളവരെല്ലാവരും ചേർന്ന് എന്നെ ശരിയാക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ പിങ്കി പറയുമ്പോൾ അതിന് കാരണക്കാരി പിങ്കി എങ്ങനെയാകും? വ്യക്തിത്വമുള്ളതും അല്ലെങ്കിൽ സ്വയം തീരുമാനവും പക്വതയുമുള്ളൊരു പുരുഷനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. അത് ഞാൻ ആരുടെ മുന്നിലും പറയുകയും ചെയ്യുമെന്ന് അർജുൻ പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അന്നെന്താ ഒരക്ഷരം ആരോടും പറയാതിരുന്നത് എന്ന് പിങ്കി അർജുനോട് ചോദിക്കാം. അത് കേട്ടപ്പോൾ നമ്മുടെ അർജുനൊന്നും അല്ലാതെ ആയിട്ടോ, അറ്റ്ലീസ്റ്റ് താലി കെട്ടിക്കൊണ്ടുവന്ന എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ എന്ന് പിങ്കി ചോദിച്ചു. അർജുനൊന്നും മിണ്ടുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് കയറി വന്ന് ഡിവോഴ്സ് തരാമെന്ന് വിളംബരം ചെയ്തില്ലേ? അതിന് നല്ല ധൈര്യമായിരുന്നല്ലോ. അതിൻ്റെ പാതി ധൈര്യത്തിൽ അന്നേ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാമായിരുന്നല്ലോ. നിങ്ങൾ എന്നോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മൗനവേ എന്നെ മാത്രമാണ് പ്രതിക്കൂട്ടിലാക്കിയതെന്നും കൂട്ടുപ്രതി ഉണ്ടായിരുന്നല്ലോ ഗൗതം. എന്തിയേ അദ്ദേഹത്തിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്തില്ല? അയാൾ നിരപരാധിയായി ഈ വീട്ടിൽ താമസിക്കുന്നു, ഞാൻ മാത്രം ഇര അല്ലേ? അപ്പോൾ ആര് പറഞ്ഞു അതെന്ന് അർജുൻ എന്തായാലും പിങ്കിയോട് ചോദിക്കാം. എൻ്റെ മനസാക്ഷി കോടതിക്ക് മുന്നിൽ ഗൗതമേട്ടനും പ്രതിയായിരുന്നു, ഒന്നാം പ്രതിയെന്നും പറയുക. അപ്പോൾ നന്ദയുടെ മനസ്സിലും ഗൗതമേട്ടൻ കുറ്റവാളി തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദ വിചാരിക്കുന്നത് പോലെ തന്നെ ഞാനും ഗൗതവും ഇപ്പോഴും പ്രേമത്തിലാണെന്നാണോ അർജുൻ്റെ വിചാരം എന്ന് ചോദിച്ചപ്പോൾ അർജുനൊന്നും മിണ്ടുന്നില്ല. അവൾ അങ്ങനെ പറഞ്ഞു തന്നു കാണുമല്ലേ എന്ന് ചോദിച്ചു. നന്ദ എന്നോട് ആരെക്കുറിച്ചും മോശമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം അന്നേരം അർജുൻ പറഞ്ഞു. അവിടെയും പിങ്കി ചമ്മി. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതേ സത്യസന്ധത പിങ്കിയും കൂടി കാണിച്ചാൽ നമുക്ക് ഒരുമിച്ച് തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഗൗതത്തിനെ കുറിച്ച് ഉള്ള ഒരു ഇതിൽ അർജുൻ പറയാം. പിന്നെ ഞാനൊരു താലി കിട്ടിയതിൻ്റെ പേരിൽ താനിവിടെ വീർപ്പുമുട്ടി ജീവിക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പറഞ്ഞല്ലോ ഡിവോഴ്സ് തരാൻ ഞാൻ റെഡിയാണെന്ന്. അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കുമല്ലോ അർജുൻ വന്നിരിക്കുന്നത്. എന്തായാലും അർജുൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പിങ്കി പറഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടമോ? പിങ്കിയുടെ മനസ്സിൽ അതാണ് ആഗ്രഹമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സെന്താ നിങ്ങളുടെ കാൽച്ചോട്ടിലാണോ കിടക്കുന്നത്? അല്ലല്ലോ. നിങ്ങളെങ്ങനെ അത് കണ്ടുപിടിക്കും? അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ തീരുമാനിക്കും? ഇവിടെ വന്നു കയറിയ നിമിഷം മുതൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഡിവോഴ്സ് എന്ന്. എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഉടനെ ഞാൻ അർജുൻ്റെ കാല് പിടിക്കുമെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു. നീ വിചാരിക്കുന്നത് പോലെ അത്തരത്തിലുള്ള അല്പത്തരമൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നവനൊന്നും അല്ല ഞാൻ, മനസ്സിലായോ? നിന്നെ കൊണ്ട് എൻ്റെ കാല് പിടിപ്പിക്കാനൊന്നും അല്ല ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചത്. എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പെണ്ണിൻ്റെ ജീവിതം താലിയുടെ പേരിൽ ഇവിടെ കുടുങ്ങിക്കിടക്കരുതെന്ന് കരുതി, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ഈ വീട് നിന്നെ പൂട്ടിയിരിക്കുന്ന ഒരു കൂടാണെങ്കിൽ തുറന്നു വിടാനുള്ള കീ ആയിട്ടാണ് ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചതെന്നും പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പിങ്കിയുടെ ആ ഒരു ഇതങ്ങ് മാറിയിട്ടോ. നിനക്ക് പറക്കാൻ ഉള്ള ആകാശം അതേതാണെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാമെന്നും അർജുൻ ഇങ്ങനെ പിങ്കിയോട് പറയും. പിങ്കി ഒന്നും മിണ്ടുന്നില്ല. നിന്നെ എനിക്ക് പിടിച്ചു വെക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. എൻ്റെ ചേട്ടനെയാണ് നീ സ്നേഹിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി. ആദ്യ രാത്രിയിൽ നീ റൂമിലിരുന്ന് ചേട്ടനെ ഫോൺ വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ 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 എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷെ ഗൗതമേട്ടൻ എൻ്റെ മനസ്സിലേക്കാണ് ട്രിഗർ വലിച്ചതെന്നൊക്കെ പറഞ്ഞ് അർജുൻ ഇങ്ങനെ പറയാം കേട്ടോ. അതാ ഒരക്ഷരം പോലും പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം. പിന്നെ നിന്നെ താലി ചാർത്തുന്നതിന് മുൻപാണ് ഞാനിതെല്ലാം അറിഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് 3 പേർക്കും സംസാരിച്ച് തീർക്കാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം. പക്ഷേ മനസ്സുകൊണ്ടും ആചാരം കൊണ്ടും നീ എൻ്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ സത്യം അറിഞ്ഞത്. വിധി എൻ്റെ തലവിധിയെന്നും പറഞ്ഞു പിങ്കിയോട് അർജുൻ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇനി എനിക്ക് നിന്നെ മോചിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി അത് ഡിവോഴ്സ് മാത്രമാണെന്നുള്ള കാര്യം നമ്മുടെ അർജുൻ പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ അന്താളിപ്പോടുകൂടി നോക്കുന്നു. പക്ഷേ അതുകൊണ്ട് നീ ആഗ്രഹിച്ച ഒരു ജീവിതം അത് നിനക്ക് കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല എന്ന് അർജുൻ പിങ്കിയോട് തുറന്നടിച്ചങ്ങ് സംസാരിച്ചു. ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ, നിനക്ക് ആലോചിക്കാനുള്ള സമയം അത് ഞാൻ തരാം. നന്നായിട്ട് ആലോചിച്ച് തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അതിന് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. അതുവരെ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അർജുൻ പോയാൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ പിങ്കി അന്നേരം പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ എന്ന് പറയുമ്പോൾ അർജുൻ ഇങ്ങനെ ഒന്നും ഒരു മൈൻഡ് ആക്കാത്ത രീതിയിൽ അങ്ങ് നിന്നു. ശരി, ആയിക്കോട്ടെ, ഞാൻ ഉടനെ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാം. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ എന്തായാലും ഈ മുറിയിൽ നമുക്ക് അന്യരായിട്ട് കഴിയാം. എന്താ അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ തന്നെ ഒരു സൊല്യൂഷൻ പറയാം. അദൃശ്യമായ ഒരു മതിലിന് അപ്പുറവും ഇപ്പുറമായിട്ട് നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുൻ പിങ്കിയോട് പറഞ്ഞു.
എന്ന് വേണമെങ്കിലും പിങ്കിക്ക് ആ മതിൽ തകർത്ത് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഇനി അഥവാ പോണമെന്നാണെങ്കിൽ പോവുകയും ചെയ്യാം. ഞാനായിട്ട് ഒരു തടസ്സം ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ അർജുൻ അവിടെ നിന്ന് പോയി. അർജുൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക. പിറ്റേ ദിവസമായി രാവിലെ നേരം വെളുത്തു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ അർജുൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിങ്കി തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം ഗൗതം നന്ദിയായി പണ്ടത്തെ വഴക്ക് ഇന്നും ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാകും ലക്ഷ്മിയമായി ഇങ്ങോട്ട് വരാത്തത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേ അവിടെ ഇരുന്ന് ഓരോന്ന് പിങ്കി പതുക്കെ പറയാം. അപ്പോഴേക്കും അതെ അർജുൻ നല്ല ചൂട് ഉപ്പുമാവുണ്ട് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ മോഹിനി വന്നു കൊണ്ട് കൊടുത്തു. അപ്പോൾ കഴിച്ചേക്കാലെന്ന് പറഞ്ഞ് അർജുൻ കഴിക്കുക. പക്ഷേ ഇതൊന്ന് കഴിച്ചു തീരട്ടെ എന്ന് പറഞ്ഞു. ഇതെന്താ ലക്ഷ്മി നീ അവിടെ തന്നെ നോക്കി നിൽക്കുന്നതെന്ന് അരുന്ധതി അന്നേരം ചോദിച്ചു. കളിയാക്കി ചോദിച്ചതാട്ടോ അവിടെ. അപ്പോൾ കളിയാക്കി ചോദിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെന്നുള്ളൊരു ധാരണയിൽ. അപ്പോൾ രണ്ടുപേരും അതായത് ഗൗതവും നന്ദയും മുകളിൽ തന്നെയാണ്, അവരിതുവരെ ഇറങ്ങി വന്നില്ലല്ലോ എന്ന് ലക്ഷ്മി അന്നേരം പറഞ്ഞു. ഈ സമയം ഒന്ന് കയറി നോക്കെൻ്റെ ലക്ഷ്മി, ഇനി വഴക്കങ്ങാനും ആണെങ്കിലോ, ഇനി വഴക്ക് മൂർജിച്ച് രണ്ടും കൂടെ രണ്ട് വഴിക്കായോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ അരുന്ധതി കളിയാക്കി പറയുമ്പം അങ്ങനെയൊന്നും എൻ്റെ കുട്ടികൾ വഴക്കുണ്ടാക്കില്ല, ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ലക്ഷ്മി. പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താ കാര്യം? തമ്മിൽ ചേർച്ചയില്ലാത്ത മനുഷ്യരെ ഒരു മുറിയിൽ പിടിച്ചിടുന്നതേ സിംഹത്തെയും കടുവയെയും ഒരുമിപ്പിക്കുന്നത് പോലെയാണെന്ന് പിങ്കി. ആരെ കടിച്ചു കീറുമെന്ന് മാത്രം നോക്കിയാൽ മതിയെന്നൊക്കെ പിങ്കി ലക്ഷ്മിയോട് പറയണു. കിട്ടിയ അവസരം പിങ്കി നന്നായിട്ട് അങ്ങോട്ട് മുതലെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അർജുനും കൊള്ളും ആ ഒരു രീതിയിൽ. അപ്പോഴേക്കും അരുന്ധതി അതെ ചേർക്കേണ്ടവരെയേ ചേർക്കാവൂ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇരുന്ന് പറയാം. അവർ തമ്മിൽ നല്ല ചേർച്ചയാണെന്നും പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലോ പ്രശ്നം ഉണ്ടെങ്കിലേ അവർ തന്നെ തീർത്തോളൂ എന്ന് അർജുൻ പറഞ്ഞു. അപ്പോൾ അർജുൻ ഇത് എന്തറിഞ്ഞിട്ടാ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോലും രണ്ടുപേരും തമ്മിൽ വഴക്കൊഴിഞ്ഞിട്ട് നേരമില്ലെന്ന് പിങ്കി പറഞ്ഞു. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഒരാളെ വിഷമിപ്പിച്ചാൽ മറ്റൊരാൾക്ക് വിഷമമുണ്ട്, അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടെന്ന് നമ്മുടെ അർജുൻ അന്നേരം പറഞ്ഞു. പിങ്കി അന്നേരവും നാണം കിട്ടും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടതും അത് തന്നെയാണ്, പരസ്പരമുള്ള കൺസേൺ, അല്ലാതെ മറ്റൊന്നും അല്ല എന്നും പറഞ്ഞ് അതിനും നല്ല മറുപടി തന്നെ കൊടുക്കുക കേട്ടോ നമ്മുടെ അർജുൻ പിങ്കിക്ക് മുന്നിലിരുന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. ആ സമയത്ത് നമ്മുടെ ആ ചിരിയും കളിയുമായിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ലക്ഷ്മി സന്തോഷത്തിൽ നിൽക്കുന്നു. അർജുനും ഇത് കണ്ടു, എല്ലാവരും കണ്ടു. അപ്പോഴേക്കും എന്തേ ചമ്മി വെളറി പിങ്കി അവിടെ അങ്ങനെ നിൽക്കുക. ആഹാ നീ നേരത്തെ ഇരുന്നു എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചപ്പം അതെ നിങ്ങളുടെ പഴയ വഴക്കിന്റെ ബാക്കി ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുക എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ അന്നേരം എല്ലാം പൊളിച്ചു കളഞ്ഞു. അപ്പോഴേക്കും അരുന്ധതിയൊക്കെ ചമ്മി തല കൊനിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി കളഞ്ഞില്ലേ എന്ന് അർജുൻ അന്നേരം പറഞ്ഞേ. ഇങ്ങനെ നോക്കുക എല്ലാ എണ്ണവും കൂടെ, പിങ്കി പ്രത്യേകിച്ച്. എല്ലാവരും ഞങ്ങൾ തമ്മിൽ തല്ലുന്നത് കാണാനിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പം ACP ആണെന്നൊന്നും അമ്മ നോക്കില്ല കേട്ടോ, അവൻ്റെ ഒരു തമാശ എന്നും പറഞ്ഞ് ലക്ഷ്മി. രാത്രി മുഴുവൻ നെഞ്ചിലെ തീയായിരുന്നു അറിയോ എന്നൊക്കെ ചോദിച്ചപ്പം സോറി അമ്മയെന്ന് നമ്മുടെ ഗൗതം. ഓ അപ്പോൾ നിനക്ക് മാത്രമേ ഗൗതത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളൂ എന്നാണോ നീ പറയുന്നതെന്ന് അരുന്ധതി ചോദിച്ചു. എനിക്ക് നേരം വരെ ഭക്ഷണം ഇറങ്ങിയിട്ടില്ല അറിയോ എന്ന് അരുന്ധതി ചോദിച്ചപ്പം അത് പിന്നെ എനിക്ക് അറിയില്ലേ വല്യമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം സോപ്പിടാൻ ചെല്ലുക. അല്ലെങ്കിലും നിനക്ക് അമ്മയ്ക്കരികിൽ മാത്രമേ ഉള്ളൂ സ്നേഹവും തമാശയും ഒക്കെ എന്ന് പറഞ്ഞ അരുന്ധതി. ഓ ശരി ഞാൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു പോരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം എന്നിട്ട് അരുന്ധതിയോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ അവരുടെ സ്നേഹത്തിൻ്റെയും അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഇതും കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് നമ്മുടെ പിങ്കി. ഈ സമയത്ത് അതെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് എന്ന് നന്ദ പറഞ്ഞു വല്യമ്മയോട്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പം വേറൊന്നുമല്ല, അർജുൻ അന്വേഷിച്ച് പോയപ്പോൾ ഞാനൊരു നേർച്ച നേർന്നിരുന്നു, കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ കുടുംബക്കാരെല്ലാവരും ചേർന്ന് അർജുനെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിച്ചേക്കാമെന്ന്. അപ്പം അതൊക്കെ കേട്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക അരുന്ധതിയൊക്കെ. സന്തോഷമായി, നല്ല കാര്യങ്ങളാണല്ലോ നന്ദ ചെയ്യുന്നത്. മോഹിനിക്കൊന്നും അത്ര പിടിച്ചില്ല കേട്ടോ. അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ എണ്ണം കൊണ്ട് തല ഇതാക്കിക്കൊണ്ടിരിക്കുമ്പം ഈശ്വര ആരും അത് ഓർത്തില്ലല്ലോ, നല്ലൊരു കാര്യം നടന്നിട്ട് ആദ്യം തന്നെ ക്ഷേത്രത്തിലെത്തി നന്ദി പറയുകയല്ലായിരുന്നോ വേണ്ടതെന്ന് ലക്ഷ്മി. ഞാനെന്തായാലും നാളെ അവധി പറഞ്ഞിരിക്കുക, എല്ലാവർക്കും കൂടി ഒരുമിച്ച് രാവിലെ പോവാം എന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹാപ്പി, എല്ലാവരും സമ്മതിച്ചു. പക്ഷെ അങ്ങ് തെളിയാൻ അങ്ങോട്ട് ഒരു ഇതായിട്ട് നിൽക്കുക. അപ്പോൾ പിങ്കി കയറി പറഞ്ഞു അങ്ങനെ ഒരാൾ തന്നെ എല്ലാം കയറി അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. പിങ്കിക്ക് എല്ലാത്തിനും തടസ്സമാണല്ലോ. അത് നന്ദയും ഭർത്താവും മാത്രം പോകുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് തീരുമാനിക്കാം. കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടിപ്പോകുന്ന കാര്യമാണെങ്കിൽ എല്ലാവരോടും കൂടി ഒന്ന് ആലോചിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പിങ്കി പറഞ്ഞത് ന്യായം, ഈ വീടിൻ്റെ കാരണവത്തി ഞാനാ. അത് ഓരോരുത്തരും ഓരോന്ന് തീരുമാനിക്കുമ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മ പറഞ്ഞപ്പം അയ്യോ സ്വന്തം സൗകര്യമൊന്നും നോക്കിയതല്ല, അർജുൻ ഇവിടെ വന്നിട്ടും എന്നും ഓരോരോ പ്രശ്നങ്ങളല്ലേ, വഴിപാട് പറഞ്ഞത് നടത്തിയാലെങ്കിലും എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കുമല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്നും പറഞ്ഞ് നമ്മുടെ നന്ദ കാര്യം പറഞ്ഞു.
ഇനിയിപ്പോൾ ഞാനത് എടുത്തു ചാടി എടുത്ത തീരുമാനമാണെങ്കിൽ സോറി എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നന്ദ പറഞ്ഞത് ഒരു വല്ലാത്ത വിഷമം എന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനവും അവർക്കെടുക്കാം, എൻ്റെ ഏട്ടത്തിയല്ലേ എന്ന് ചോദിച്ചു. നാളെ ഞാൻ ക്ഷേത്രത്തിൽ വരുമെന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു. പിങ്കി എൻ്റെ ഭാര്യയാണെങ്കിൽ അവളും വരുമെന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നന്ദ ജയിച്ചില്ലേ. നന്ദയ്ക്ക് മുന്നിൽ പിങ്കിയെ വലിച്ചു കീറുകയാണ് ശരിക്കും പറഞ്ഞ അർജുൻ ഇട്ടിട്ട്. അങ്ങനെ അർജുൻ്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ ഒരു പാവയെ പോലെ നിന്നു കൊടുക്കേണ്ടി വരുന്നു നമ്മുടെ പിങ്കിക്ക്. എല്ലാവരും നല്ല ഹാപ്പിയായി. പക്ഷെ അരുന്ധതിയും മോഹിനിയൊക്കെ കണ്ണും മിഴിച്ച് പല്ലും കടിച്ച് അങ്ങനെ ഇരിക്കും അവിടെ. ഇങ്ങനെ തുറച്ചു നോക്കുവാണ് പിങ്കി അന്നേരത്തേക്കും ഗൗതത്തിന്. ഗൗതം തലയെടുപ്പോട് കൂടി തന്നെ ഇങ്ങനെ പിങ്കിയുടെ മുന്നിൽ നിൽക്കുന്നു. പിങ്കി മോളെ തമ്മിൽ തർക്കവും കാര്യങ്ങളും ഒന്നും വേണ്ട, പിങ്കി മോൾ എന്തു പറയുന്നു അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി. പിങ്കിക്ക് അന്നേരം ഒന്നും പറയാനില്ല, കാരണം അർജുൻ പറഞ്ഞത് അവസാന വാക്കാണ്. അങ്ങനെ അതേ നമ്മുടെ നന്ദ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അർജുൻ്റെ ഇഷ്ടം തന്നെയാ എൻ്റേതും എന്ന് നമ്മുടെ പിങ്കി പറയുമ്പോൾ അങ്ങനെയാണ് നല്ല ഭാര്യമാരെന്ന് അരുന്ധതിയുടെ വകയൊരു ഡയലോഗും കൂടി. ലക്ഷ്മി എന്നാൽ പിന്നെ എൻ്റെ വക ഒരു നിർദ്ദേശം കൂടിയുണ്ട്, അവിടെ വെച്ച് അവരുടെ പുനർവിവാഹം നടത്തണമെന്ന് അരുന്ധതി പറയുമ്പോൾ പിങ്കി ഞെട്ടി. അങ്ങനെ പിങ്കിക്ക് ഒന്നിന് പിന്നെ ഒന്നൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനൊരു അവസാനം ഇല്ലല്ലോ എൻ്റെ ഈശ്വര എന്നുള്ളൊരിതിൽ. അങ്ങനത്തെ അത് കേട്ടപ്പോൾ മോഹിനിയുടെ ഒക്കെ മുഖം തെളിഞ്ഞു. ആ നടയിൽ വെച്ച് അർജുൻ്റെയും പിങ്കിയെയും കൊണ്ട് ഒരിക്കൽ കൂടി മാല ഇടിയിക്കണമെന്നുള്ള കാര്യം പറഞ്ഞ് പുടവ കൈമാറിക്കണം എന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഗൗതത്തിന് ഭയങ്കര സന്തോഷമാട്ടോ. മാരണം ഒഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളൊരിതിൽ. അപ്പം വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരുമിച്ച് ജീവിക്കാൻ ഇവർക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് മുഹൂർത്തം നിശ്ചയിച്ചതിൽ എന്തെങ്കിലും പിഴവറിയാതെ കിടപ്പുണ്ടെങ്കിൽ ഇതോടെ അങ്ങ് തീർന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ലക്ഷ്മിയും പറഞ്ഞു. രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ പിങ്കി വേഗം പിന്നെ സാന്ദ്രയോട് ഇതിനൊരു മറുപടി അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ സാന്ദ്രയോട് കാര്യങ്ങൾ പറഞ്ഞപ്പം, എടി ഫലത്തിൽ ഏതാണ്ടല്ല ഒരുപോലെ തന്നെയാണ്, നീയും അർജുനും മാല ഇടുന്നു, വിവാഹിതരാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓർത്തിട്ട് എനിക്ക് മേലാസകളും ചുട്ടു പൊള്ളുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി സാന്ദ്രയോട് പറയാം. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഗൗതവും നന്ദയും ഒരു കോൺട്രാക്റ്റിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നിനക്കറിയില്ലേ, നാളെ പരസ്പരം പിരിയാൻ പോകുന്നവരാണ്. അതൊക്കെ അവർ പറച്ചിലല്ലേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവള് ഗൗതമിനെ ഉടുമ്പ് പോലെ പിടിച്ചിരിക്കുന്നതെന്ന് അന്നേരം പറയണു പിങ്കി. ഇപ്പം അർജുൻ്റെ മനസ്സിലും അവൾ വലിയ ദേവിയായി മാറിയിട്ടുണ്ട്. എടി ഞാൻ പറഞ്ഞു വന്നതും അത് തന്നെയാണ്, സെയിം സ്ട്രാറ്റജി തന്നെ നീയും എടുക്കണം. സ്ട്രാറ്റജിയോ, നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ, നന്ദ ഭാര്യയാണോ? അല്ല. പിന്നെ പക്ഷെ 100% ഭാര്യയായി അവൾ അഭിനയിക്കുകയല്ലെന്ന് ചോദിച്ചു. അതാണ് അർജുൻ അവളെ ബഹുമാനിക്കുന്നത്. നിനക്ക് മനസ്സിലായോ? അതേ അടവ് തന്നെ നീ എടുക്കണം. നന്ദ യഥാർത്ഥത്തിൽ കടമ നിറവേറ്റുന്നുമില്ല, എന്നാൽ എല്ലാവരുടെയും മുന്നിൽ കടമയുള്ള ഒരു നല്ല ഭാര്യയായിരിക്കുകയും ചെയ്യുന്നു. അതേ നാണയത്തിൽ നീയും തിരിച്ചു തന്നെ നിൽക്കണം. അപ്പോൾ നീയും അർജുൻ്റെ മുന്നിൽ നല്ലൊരു ഭാര്യയായി അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീയും നല്ലൊരു സ്ത്രീയാണെന്നും നല്ലൊരു ഭാര്യയാകാനുള്ള ക്വാളിറ്റി നിനക്കുണ്ടെന്നും ഗൗതമന് തോന്നും. മനസ്സിലായോ? അപ്പോൾ നന്ദയാണ് നിന്നേക്കാൾ മികച്ചത് എന്ന് എപ്പോഴും ഗൗതം പറയുന്നു. അതിൻ്റെ കാരണം എന്താ? അവളുടെ ആക്ടിങ് സ്ട്രാറ്റജി കൊണ്ട്. മനസ്സിലായോ? അത് തന്നെ നിന്നിലേക്ക് വന്നാലോ? അപ്പോൾ നീ ഇനി അഭിനയിച്ച് തുടങ്ങണം. അർജുൻ പിന്നെ നിന്നെ സ്നേഹിക്കൂ, ബഹുമാനിക്കൂ. അപ്പം നിന്റെ ഗൗതമനും മനസ്സിലാകും കൈവിട്ട് കളഞ്ഞത് മാണിക്യമായിരുന്നല്ലോ എന്നുള്ളത്. മനസ്സിലായോ എന്ന് സാന്ദ്ര പറയുമ്പോൾ പിങ്കി അതിനെപ്പറ്റി ആലോചിക്കുക. അങ്ങനെ വേണോ, അങ്ങനെ ചെയ്യണോ എന്നൊക്കെയുള്ള ഇതിൽ. അർജുൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ ശരിയാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കുകയും ഒക്കെ ശരിയാണ്, കുടുംബത്തിലെ വലിയ വിലയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും. പക്ഷേ ഗൗതം എന്നിൽ നിന്ന് അകന്നു പോവുകയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു പിങ്കി. അർജുൻ്റെ ഭാര്യയായി ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗൗതത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയാണ് നീ തന്ത്രം ഉപയോഗിക്കേണ്ടത്. അർജുൻ്റെ ഭാര്യയായി നീ അഭിനയിക്കുകയാണെന്ന് ഗൗതത്തിന് മനസ്സിലാകണം. നിനക്കിപ്പോഴും അയാളെ മാത്രമാണെന്ന് നീ അങ്ങ് നേരിട്ട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ വെച്ചാണെന്ന് ചോദിച്ചു. സമയവും സന്ദർഭവും ഒക്കെ നീ തന്നെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ക്ഷേത്രത്തിൽ വെച്ച് ആരും കാണാതെ നീ തന്നെ അത് അറിയിക്കാനായിട്ട് സാന്ദ്ര പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ശരി, അങ്ങനെ തന്നെ പിങ്കി തീരുമാനിക്കുന്നു. ഒരു വെടിക്ക് പക്ഷികൾ രണ്ടാ. മനസ്സിലായോ? അർജുൻ്റെ സ്നേഹവും പോവില്ല, നിന്റെ ഗൗതമനെ നിനക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര വളഞ്ഞ വഴികളൊക്കെ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ പിങ്കി ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ചെയ്യാം എന്നുള്ളൊരിതിൽ.
അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് കുടുംബക്ഷേത്രത്തിലെത്തി അവിടെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കൂടി മനസ്സറിഞ്ഞ് തൊഴുതു പ്രാർത്ഥിച്ചു, വലം വെച്ചു. അതിനുശേഷം മാല കൊണ്ടുവന്ന് തിരുമേനി കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ദമ്പതികൾ തമ്മിൽ പരസ്പരം മാല ചാർത്താൻ പറയുക എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുന്നു. അത് ഇപ്പോൾ മോഹിനി അതുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. ദേ നിങ്ങൾക്ക് അണിയാനുള്ള മാലയാണ്, അതെൻ്റെ കൈകളിലേക്കാണ് തിരുമേനി ഏൽപ്പിച്ചത് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ദേ എക്സിക്യൂഷൻ്റെ എല്ലാം എന്നെ ആട്ടോ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പവിത്രയും വന്നു. അപ്പോൾ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഏട്ടനും ഏട്ടത്തേക്കും കൊടുക്കുക, അവർക്കിടയിൽ ഒരു കുഞ്ഞു വന്നിട്ട് മതി ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ നമ്മുടെ ഗൗതത്തിനോടും അതുപോലെ നന്ദയോടും ഈ പറയുന്ന നമ്മുടെ അർജുൻ പറയുമ്പം അങ്ങനെയല്ല, ഈശ്വരനിശ്ചയം പോലെയാണ് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതേണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അർജുൻ്റെയും പിങ്കിയുടെയും കുഞ്ഞിനെ ആദ്യം കാണണമെന്നേ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. അങ്ങനെ അവരിതേ മുഹൂർത്തത്തിന് സമയമായെന്ന് പറഞ്ഞു. പിന്നെ മാല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നു. അപ്പോഴും ഗൗതത്തിൻ്റെ മുഖത്ത് തന്നെയാണ് പിങ്കിയുടെ കണ്ണ്. എന്തായാലും സന്തോഷത്തോടെ അവർ ആ ചടങ്ങ് അങ്ങ് പൂർത്തിയാക്കി. അങ്ങനെ മാലയിട്ട് പ്രാർത്ഥിക്കും മക്കളെ എന്നും പറഞ്ഞ് അവർ നിർത്തി പ്രാർത്ഥിപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ ഗൗതത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞ് അർജുൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു പിണക്കവും കാര്യങ്ങളെല്ലാം മാറി. പക്ഷെ പിങ്കി ഇങ്ങനെ തുറിച്ചു തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.